നമ്മുടെ മൊബൈലിൽ നമ്മൾ ഫേസ്ബുക്ക് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഏതും ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറി വരാറുണ്ട്. ചിലപ്പോൾ വാട്സപ്പിൽ തന്നെ ഗ്രൂപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വോയിസ് കേൾക്കുന്ന സമയത്തൊക്കെ ഇടയിൽ ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഗൂഗിളിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നവരാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് ബേസിൽ അതിൻ്റേതായ പരസ്യങ്ങളായിരിക്കും നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും, യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴും, ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും വരുന്നത്. അതായത് അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമുക്ക് വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിലെ ലിങ്കും കൂടി ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഈ സെറ്റിങ്സ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ മൊബൈലിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഗൂഗിൾ എന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ തന്നെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഏറ്റവും മുകളിൽ 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നും ഡിലേറ്റ് അഡ്വർടൈസിംഗ് ID എന്നും നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ID ഉണ്ടാകും. അതായത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആകട്ടെ, അത് ഒരു അഡ്വർടൈസിംഗ് ID ഉപയോഗിച്ചായിരിക്കും നമുക്ക് ആ ഒരു സൈറ്റിലേക്ക് എത്താൻ സാധിക്കുക. ഈ ഒരു ID വെച്ചായിരിക്കും നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വരുന്നത്. നമ്മൾ ആ ഒരു ID റീസെറ്റ് ചെയ്യുക. അതായത് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് കൺഫേം കൊടുക്കുക. ഇപ്പോൾ ആ ID റീസെറ്റായി കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഡിലേറ്റ് അഡ്വർടൈസിംഗ് ID എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസിംഗ് ID എന്ന് താഴെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലേറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി വരില്ല. കാരണം നിങ്ങൾ ആ ഒരു ഏത് ID ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു അഡ്വർടൈസിംഗ് ID സംബന്ധമായിട്ട് പോകുന്നത്, ആ ID ഒക്കെ ഡിലേറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള ഏത് പരസ്യവും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഇനി വീണ്ടും നിങ്ങൾ ഗൂഗിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് മറ്റുള്ള സൈറ്റുകളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പരസ്യം വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്വർടൈസിംഗ് ID ക്ലിയർ ചെയ്യുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത് താഴെ കാണുന്ന നേരത്തെ കാണിച്ച അഡ്വർടൈസിംഗ് ID ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.